പൊന്നാനിയിലെ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണം വൈകുന്നത് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം. വാട്ടർ അതോറിറ്റിയും ദേശീയപാത അധികൃതരും തമ്മിലുള്ള തർക്കമാണ് റോഡ് പുനർനിർമ്മാണം വൈകാൻ ഇടയാക്കുന്നത്. മഴ പെയ്തതോടെ പൊന്നാനി ദേശീയപാത തകർന്നടിഞ്ഞിട്ടും റോഡ് റീടാറിംഗ് നടത്താൻ വൈകുന്നത് വാട്ടർ അതോറിറ്റിയും ദേശീയപാത അധികൃതരും തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലമാണ്. ജൽജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ റീടാറിംഗ് പൂർത്തീകരിച്ചെങ്കിലും അമൃത് പദ്ധതിക്കായി പൊളിച്ച റോഡുകളുടെ പുനർനിർമ്മാണമാണ് വൈകുന്നത്. അമൃത് പദ്ധതിയുടെ ഭാഗമായുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി പൊന്നാനി നഗരസഭ 1,20,00,000 രൂപ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിരുന്നു. ഈ തുക ദേശീയപാത അധികൃതർക്ക് കൈമാറിയതിനാൽ ദേശീയപാത വിഭാഗം തന്നെ പുനർനിർമ്മാണം നടത്തണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട്. എന്നാൽ പൈപ്പിടൽ പ്രവൃത്തിക്ക് ശേഷം റോഡ് കൈമാറാൻ വൈകുന്നതാണ് അറ്റകുറ്റപ്പണി നീളാൻ ഇടയാക്കുന്നതെന്നാണ് NH വിഭാഗം പറയുന്നത്. വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി MLA ഈ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർക്കും. വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിലെ കുഴികളിൽ അറിയാതെ ചെന്ന് വീഴുകയാണ് ഇരുചക്ര വാഹനങ്ങൾ. മഴക്കാലത്തിനു മുന്നേ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശക്തമായിരുന്നെങ്കിലും നടപടി വൈകുകയാണ്. ഈ റോഡ് ഒരു 3-4 മാസമായിട്ട് ഇതിലെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ പ്രയാസപ്പെടുന്ന രീതിയിലാണ് ഈ റോഡ് മാറിയിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും നമ്മൾ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരാരും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. ഈ റോഡ് കാരണം ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികൾ, ബസ് സ്റ്റോപ്പാണത്, സ്കൂൾ കുട്ടികൾ വന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ഒരു റോഡാണത്. പക്ഷെ ഇവിടെ ഈ വെള്ളം തെറിക്കലും ചളി അങ്ങനെയായിട്ട് ആ യൂണിഫോമും വളരെ മോശമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് ആക്സിഡൻറ്റുകൾ, ബൈക്ക് സ്ഥിരമായിട്ട് ഇവിടെ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ പിടിവാശി അവസാനിപ്പിച്ച് ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വാസയോഗ്യമായി യാത്രക്കാർക്ക് നല്ല സുഖമായി യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഒരുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഉദ്യോഗസ്ഥരും പിടിവാശി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ജനങ്ങളെ ഒരാവശ്യം ആണിത്. ആവശ്യം എന്ന നിലയ്ക്ക് ഈ റോഡിൻ്റെ വർക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് ഈ റോഡ് വാസയോഗ്യമാക്കി തീർത്തില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫീസുകളിലേക്കും ജനകീയ പ്രക്ഷോഭവുമായി ഒരു മാർച്ച് തന്നെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാനി കുറ്റിക്കാട് മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള റോഡിന്റെ തകർച്ച പൂർണ്ണമായിരിക്കുകയാണ്. കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്നും പോകുന്ന ആംബുലൻസുകൾ വരെ കുഴിയിൽ ചാടി ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥയാണ്. പ്രദേശത്ത് വിദ്യാർത്ഥികളും കടുത്ത യാത്രാ ദുരിതമാണ് നേരിടുന്നത്. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.